സുന്ദരീസ് എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യൻ മേക്കപ്പ് പ്രോഡക്ട്സ് വെച്ചിട്ട് കൊറിയൻ മേക്കപ്പ് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കറിയാമല്ലോ എങ്ങനെയുണ്ട് ഫൈനൽ റിസൾട്ട് എങ്ങനെ വരുന്നുണ്ട് എന്നൊക്കെയുള്ളത് നമുക്കിന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാം. ഞാൻ അപ്പർ ലിപ്സിൻ്റെയും താടിയുടെയും ഹെയർ മാത്രം ഫേഷ്യൽ ഹെയർ ട്രിമ്മർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. സെയിം സംഗതി വെച്ചിട്ട് നമുക്ക് ഐബ്രോസ് ട്രിം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഐബ്രോസ് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വീറ്റിൻ്റെ ട്രിമ്മറാണ് യൂസ് ചെയ്യണത്. ഇത് രണ്ടിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ലിങ്ക് കാർട്ടിലിടാം, കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ ഷേപ്പ് ചെയ്യുമ്പോൾ കഴിവതും സ്ട്രെയിറ്റ് ഐബ്രോസ് ആക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം കൊറിയൻസിന് സ്ട്രെയിറ്റ് ആയിട്ടുള്ള കുറച്ച് തിക്കായിട്ടുള്ള ഐബ്രോസ് ആണുള്ളത്. എനിക്ക് തിക്കായിട്ടുണ്ട്, പക്ഷെ ഭയങ്കര ആർച്ച്ഡ് ആണ്. അപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കാൻ ട്രൈ ചെയ്തിട്ട് അത്രയ്ക്ക് അങ്ങനെ വർക്കൗട്ട് ആയില്ല. എന്നാലും ഞാൻ പരമാവധി അങ്ങനെ നോക്കിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് എക്സ്ട്രാ വന്നതൊക്കെ ഒന്ന് പ്ലക്ക് ചെയ്ത് കളയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ഉള്ള ഹെയർ കട്ട് ചെയ്ത് ഐബ്രോസ് നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ലെൻസ് വയ്ക്കുന്നുണ്ട്. ഫ്രഷ് ലുക്കിൻ്റെ ലെൻസാണ് വെച്ചിട്ടുള്ളത്. പിന്നെ എൻ്റെ ഒരു നഖം പൊട്ടിപ്പോയിട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ ഫേക്ക് നെയിൽസ് വെക്കുകയാണ്. മിസ്ക്ലേൻ്റെ ഗ്ലൂ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ക്ലെൻസർ, ഡെർമാവൈവിൻ്റെ ക്ലെൻസർ ഉപയോഗിച്ച് ഞാൻ ഫേസ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം റീക്വൽ വിറ്റമിൻ സി ടോണറാണ് യൂസ് ചെയ്യുന്നത്. കൊറിയൻസ് നന്നായിട്ട് സ്കിൻ കെയറിൽ ശ്രദ്ധിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടിപൊളിയായിട്ട് സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്. ടോണർ അപ്ലൈ ചെയ്തതിന് ശേഷം ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഓൾറെഡി തന്നെ ഇത് കുറച്ച് തിക്കായിട്ടുള്ള മോയ്സ്ചറൈസറാണ്, പക്ഷെ ഞാൻ നല്ലോണം എടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ബേസ് മേക്കപ്പ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല എനിക്ക് കുറച്ച് ഡ്രൈ സ്കിന്നാണ്. അത് കൂടാണ്ട് നമുക്ക് നല്ലൊരു ഡ്യൂയി ലുക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. റീക്വലിൻ്റെ തന്നെ ഒരു റേഡിയൻസ് ക്രീം എടുത്തിട്ട് അതും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൊറിയൻ മേക്കപ്പ് ആയതുകൊണ്ട് തന്നെ സ്കിൻ കെയറിൽ ഒട്ടും പിശുക്ക് കാണിക്കണമെന്ന് വിചാരിച്ചു കിട്ടിയതെല്ലാം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സൺസ്ക്രീൻ, റീക്വലിൻ്റെ തന്നെ സൺസ്ക്രീൻ ആണ്, പക്ഷെ സാധാരണ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ അല്ല ഇത്. എന്ന് വെച്ചാൽ അതൊരു മൂസ് ടെക്സ്ചറുള്ള സൺസ്ക്രീൻ അല്ല ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അതല്ല കേട്ടോ, ഇത് സാധാരണ സൺസ്ക്രീനാണ്. കാരണം മൂസ് ടെക്സ്ചറുള്ളത് ചെറുതായിട്ടൊരു മാറ്റ് ലുക്കാണ് തന്നെ. നമുക്കത് ഡ്യൂയി ലുക്ക് വേണ്ട കാരണം ഞാൻ സാധാരണ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഇത് ബ്ലെൻഡ് ചെയ്യാൻ കുറച്ച് പാടാണ്, പക്ഷെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ. പിന്നെ സ്ട്രോബ് ക്രീം, ഞാൻ M.A.Cൻ്റെ സ്ട്രോബ് ക്രീമാണ് എടുക്കുന്നത്. ഇത് നമുക്ക് ഉള്ളിൽ നിന്നുള്ളൊരു ഗ്ലോ തരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് എല്ലാവിടെയും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫേസിൽ എല്ലാവിടെയും അപ്ലൈ ചെയ്യുന്നുണ്ട്. യൂഷ്വലി നമ്മൾ ഹയസ്റ്റ് പോയിന്റ്സിലൊക്കെ അപ്ലൈ ചെയ്യാറുള്ളൂ ഇത് പക്ഷേ നമുക്ക് ഫുൾ ഫേസിൽ ആ ഒരു ഗ്ലോ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഫുൾ ഫേസ് സ്ട്രോബ് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ കൺസീലർ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് ബേസ് മേക്കപ്പിൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. കാരണം ഇതിൻ്റെ മീതെ ഫുൾ കവറേജ് ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ട് ആ ഒരു ഗ്ലോ കളയേണ്ട വെച്ചിട്ടാണ് ഞാൻ വിചാരിച്ചു ജസ്റ്റ് കൺസീലർ വെച്ചിട്ടൊന്ന് നോക്കാം. അങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ഫൗണ്ടേഷൻ ഒഴിവാക്കാമല്ലോ. പിന്നെ കൊറിയൻ മേക്കപ്പിൽ നോക്കുമ്പോൾ അവർ അധികം ഇങ്ങനെ ബേസ് മേക്കപ്പ് ഇങ്ങനെ ലെയർ ചെയ്ത് അങ്ങനെ ഒരു കേക്കി ലുക്ക് ഉണ്ടാവാറില്ല. ഒരു ഡ്യൂയി ലുക്കാണ് അവർക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൺസീലർ വെച്ചിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് റെഡിയാക്കി എടുക്കുകയാണ്. ഇന്നർ കോർണേഴ്സിലും അത് ഔട്ടർ കോർണേഴ്സിലും അങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ട് കൺസീലർ. പിന്നെ കണ്ണിൻ്റെ മീതെ താടിയുടെ അവിടെ ഇട്ടിട്ട് ജസ്റ്റ് ബ്രഷ് വെച്ചിട്ട് മെയിൻലി അവിടെ തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെ ഒരുപാടൊന്നും ഫേസിൽ കംപ്ലീറ്റ്ലി കൺസീലർ സ്പ്രെഡ് ചെയ്യുന്നില്ല. ഒന്നും കൂടി നല്ല അടിപൊളിയായിട്ട് ബ്ലെൻഡ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മേക്കപ്പ് സ്പഞ്ചിൽ കുറച്ച് മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ അപ്ലൈ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് സമയത്ത് ബ്ലെൻഡ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് M.A.Cൻ്റെ സ്റ്റുഡിയോ ഫിക്സ് പൗഡറാണ് എടുക്കുന്നത്. എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്കൊരു ഡ്യൂയി ലുക്കാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് കൺസീലർ ഇട്ടിട്ടുള്ള ഭാഗത്ത് മാത്രമേ നമ്മൾ ഈ കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നുള്ളൂ. ഫേസ് കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്യുന്നില്ല. നമുക്ക് എത്ര ഡ്യൂയി ലുക്ക് കിട്ടുന്നോ അത്രയും നല്ലതാന്നുള്ള രീതിയിലാണ് കേട്ടോ നമ്മൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ മേക്കപ്പ് ലുക്ക് ചെയ്യണത്. ഓക്കെ, കഴുത്തിലും കോമ്പാക്ട് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് എടുക്കാം. ഒരു മൂവ് പിങ്ക് ഷെയ്ഡാണ് ഉള്ളത്. അപ്പോൾ കൊറിയൻസിൻ്റെ മേക്കപ്പിൽ നോക്കുമ്പോൾ കൂടുതലും മൂവ് പിങ്ക്, ആക്ച്വലി കൂടുതലും പിങ്കി സൈഡിലാണ്. പിങ്കും അതേപോലെ തന്നെ പീച്ചും ആണ് കാണാനുള്ളത്. പക്ഷെ പീച്ച് എനിക്ക് ചേരില്ല. ഞാൻ ഡസ്കി സ്കിൻ ആയതുകൊണ്ട് പീച്ച് എനിക്ക് ചേരാത്ത കാരണം ഞാൻ ഇത് എടുത്തു കേട്ടോ. പിങ്കാണ് എടുത്തത്. കുറച്ച് മൂവും കൂടി വരുമ്പോൾ നമ്മുടെ സ്കിൻ ടോണിന് നന്നായിട്ട് ചേരും. അത് ഞാൻ ലിപ്സിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ ബ്ലഷ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു നാച്ചുറൽ ബ്ലഷ് എന്ന് തോന്നിക്കുന്ന തരത്തിലാണിത്. ഈ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ നല്ല രസമായിട്ടുള്ള ഒരു ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ ആണ്. ഇതിൻ്റെ ഫുൾ ഓൺ റിവ്യൂ പെട്ടെന്ന് തന്നെ വരുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ളത് ഞാൻ കുറച്ച് മൂക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് മൊത്തത്തിലൊരു ചുവന്നൊരു ആപ്പിൾ പോലെയല്ലേ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മൂക്കിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ണിൻ്റെ മീതെയും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കൊരു പിങ്ക് ബേസ് ആണ് കേട്ടോ ഉള്ളത്. പിന്നീട് നമ്മൾ ഹൈലൈറ്റർ എടുക്കുകയാണ്. നമ്മളിന്ന് ഹൈലൈറ്ററിൽ കുളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു
ഒരു ക്രീമി ടെക്സ്ചറിലുള്ള ഹൈലൈറ്റർ ആണ് പേർപ്പിളിന്റെ. ഇത് നല്ലൊരു ഹൈലൈറ്റർ ആണ് കേട്ടോ. ഇത് ഞാൻ ചീക്ക് ബോൺസിന്റെ അവിടെ, നോസിന്റെ അവിടെ, നെറ്റിയില്, അതേപോലെ തന്നെ ചുണ്ടിന്റെ എവിടെയും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് സീരീസിലൊക്കെ നോക്കുമ്പോൾ ചുണ്ടിന്റെ എവിടെയൊക്കെ നല്ലൊരു ഹൈലൈറ്റഡ് ആയിട്ടാണ് ഉള്ളത്. മൊത്തത്തിൽ ഹൈലൈറ്റഡ് ആണ്. ലിപ്സിന്റെ അവിടെയും നല്ല രീതിയിൽ തന്നെ ഹൈലൈറ്റർ ആണ്. ഞാൻ ഇറ്റ്സ് ഓക്കെ, നോട്ട് ടു ബി ഓക്കെ, അതേപോലെ തന്നെ ക്രാഷ് ലാൻഡിങ് ഓൺ യൂന്റെ അധികം മേക്കപ്പ് ഒന്നും അധികം കാണാനില്ല. പക്ഷെ ഇറ്റ്സ് ഓക്കെ നോട്ട് ടു ബി ഓക്കെ അതിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, നമുക്ക് ഈ ക്യൂപിഡ്സ് ബോ ഒക്കെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ 2-3 സിനിമയിലൊക്കെ ഞാൻ കണ്ടു കേട്ടോ. പിന്നെ കൊറിയൻസിന് ശരിക്കും കോൺടോറിങ് ഇല്ല എന്നാണ് പറയണത്. പക്ഷെ അവർ ഷെയ്ഡിങ് എന്ന് അത്രേ പറയാം. ബേസിക്കലി കോൺടോറിങ് തന്നെയാണ്. അപ്പം അത് വെച്ചിട്ട് ചീക്സിന്റെ അവിടെ, അതേപോലെ തന്നെ താടിയുടെ അവിടെ, അവരൊക്കെ കൂടുതൽ ഇങ്ങനെ കൂർത്ത താടി അങ്ങനെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. അപ്പം അതുകൊണ്ട് അവിടെ നന്നായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനും അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. നോസ് ഒന്ന് സ്ലിം ആക്കി എടുത്തിട്ടുണ്ട്, കോൺടോർ ചെയ്തിട്ട് 2 സൈഡിലും ഈ കോൺടോറിങ് ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഹാർഷ് ലൈൻസ് ഒന്നും പാടില്ല. നമ്മളിതെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാൽ ചെയ്തിട്ടുണ്ടെന്ന് ആരും അറിയാൻ പാടില്ല. ആ രീതിയിൽ വേണം നമുക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട്. അപ്പം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നെറ്റിയുടെ അവിടെയും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ചുണ്ടിൻ്റെ ഇവിടെ ഈ നടുക്കത്തെ ഭാഗില്ലേ, അവിടെയും ഒന്ന് കോൺടോർ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് മാക്കിൻ്റെ നമ്മുടെ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ആണ് യൂസ് ചെയ്യണത്. അത് വെച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം മേക്കപ്പ് സ്പഞ്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഐബ്രോസ് എഴുതാം. ഐബ്രോസ് അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അവരുടെ നോക്കുകയാണെങ്കിൽ കുറച്ച് തിക്കായിട്ട് എന്നാൽ സ്ട്രെയിറ്റ് ഐബ്രോസ് ആണ് കേട്ടോ ഉള്ളത്. എനിക്ക് തെറ്റില്ലാത്ത തിക്നെസ് ഉണ്ട്, പക്ഷെ സ്ട്രെയിറ്റ് അല്ല. അപ്പോൾ ഞാൻ എഴുതി ശരിയാക്കാൻ നോക്കുന്നുണ്ട്. ചെറിയ സ്ട്രോക്സ് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഞാൻ മാക്കിൻ്റെ ഐബ്രോ ജെല്ലാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് കുഞ്ഞു സ്ട്രോക്സ് ആൻക്യുലർ ബ്രഷ് വെച്ചിട്ട് കുഞ്ഞു സ്ട്രോക്സ് വരച്ചു കൊടുക്കുകയാണ്. ഭയങ്കര നാച്ചുറൽ ലുക്ക് ഉണ്ടാവും കേട്ടോ ഈ ഐബ്രോ ജെല്ല് വെച്ചിട്ട് ഇങ്ങനെ സ്ട്രോക്സ് വരച്ചു കൊടുക്കുമ്പോൾ. അങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു സ്പൂളി ഉപയോഗിച്ച് നന്നായിട്ട് ഈരി അതിനെ സെറ്റാക്കി നിർത്തുക എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ ഇരുന്നോളും. ഇതിപ്പോൾ എഴുതി വന്നപ്പോൾ തെറ്റില്ലാന്ന് തോന്നുന്നു, നന്നായി വന്നിട്ടുണ്ട്. ഐഷാഡോ നമ്മൾ ഈ ബേൺഡ് ഓറഞ്ച് ഷെയ്ഡാണ് എടുക്കുന്നത്. ഈ ഷെയ്ഡാണ് കേട്ടോ ഏറ്റവും അധികം കൊറിയൻസിൻ്റെ ഐ മേക്കപ്പിൽ ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ ഒരു ഷിമ്മർ ഷെയ്ഡും ഉണ്ടാവും. നമ്മളിവിടെ ഷിമ്മർ ഉപയോഗിക്കുന്നില്ല. നമ്മൾ പിങ്കും അതേപോലെ ഈ ബേൺഡ് ഓറഞ്ച് ഷെയ്ഡുമാണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ഔട്ടർ കോർണേഴ്സിൽ ഇട്ടതിന് ശേഷം ക്രീസിലേക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇത് ഞാൻ ഒരുപാട് ലുക്സിൽ, മൂവീസിലാണെങ്കിലും ശരി, സീരീസിലാണെങ്കിലും ശരി, ഒരുപാട് പിക്ചേഴ്സ് റെഫർ ചെയ്തപ്പോൾ കൂടുതലും കണ്ടിട്ടുള്ള ഐ മേക്കപ്പ് ഈ ഷെയ്ഡ് വെച്ചിട്ടാണ്. അപ്പോൾ അതന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ക്രീസിൻ്റെ അവിടെയായിട്ട് നന്നായിട്ട് ബാക്ക് ആൻഡ് ഫോർത്ത് എടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. കണ്ണിൻ്റെ താഴെ, അതായത് കൺപീലിയുടെ താഴെയായിട്ടും നന്നായിട്ട് ഇതിട്ടിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണ ഇടണേക്കാട്ടിനും കൂടുതൽ ഇടണം കേട്ടോ. ഇവർക്ക് അങ്ങനെ ചെയ്യും. ഈ താഴത്തെ ഭാഗം ഉണ്ടല്ലോ കണ്ണിൻ്റെ, അത് അവർക്ക് ഹൈലൈറ്റ് ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. അവരങ്ങനെ കുറേ കൊറിയൻസ് അവരുടെ മേക്കപ്പ് ലുക്കിൽ അങ്ങനെ ഞാൻ ചെയ്യണ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐസ് ഇങ്ങനെ പിടിക്കാതെ ഇങ്ങനെ സ്പിൻ ചെയ്യാന്ന് പറയില്ല, അങ്ങനെ പിടിച്ചിട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡ് എടുത്തിട്ട് നന്നായിട്ട് അവിടെ ഹൈലൈറ്റ് ചെയ്യാം. അവർക്ക് കണ്ണിൻ്റെ താഴെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല. നമുക്ക് സീരീസൊക്കെ നോക്കിയാൽ കാണാം. ഇത് ഞാൻ അങ്ങനെ കണ്ടുപിടിക്കേണ്ട ഒരു എക്സ്പ്രഷൻ ആട്ടോ. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു എന്തായാലും ഇത് ചെയ്തെടുക്കാനായിട്ട്. പക്ഷെ രസം കേട്ടോ, ചെയ്ത് വരുമ്പോൾ ഒരു പ്രത്യേക ലുക്കാണ്. പിന്നെ നമുക്ക് ബ്രൗൺ ഐഷാഡോ എടുത്തിട്ട് അത് വെച്ചിട്ട് ഒരു ലൈനർ വരയ്ക്കാം. ഇവരുടെ ഐ ലുക്ക് ആണെങ്കിലും ഭയങ്കര സിമ്പിൾ ആയിരിക്കും. കാണാൻ വളരെ സിമ്പിളാണ്, പക്ഷെ നമുക്ക് ചെയ്തെടുക്കാൻ ഇത്തിരി പാടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നും മേക്കപ്പ് ലുക്കാണ് സിമ്പിൾ എന്നുള്ളത്, നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ. പക്ഷെ അങ്ങനത്തെ ഒരു ലുക്ക് അച്ചീവ് ചെയ്യാനാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ട്. എന്തായാലും നമ്മൾ ബ്രൗൺ ഐഷാഡോ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വിങ് ലൈനർ വരച്ചു കൊടുത്തതിന് ശേഷം ഒരു ഐലൈനർ, ബ്ലാക്ക് ഐലൈനർ വെച്ചിട്ട് ലൈറ്റായിട്ട് ഒന്ന് നമുക്ക് വരച്ചു കൊടുക്കാം കേട്ടോ. ഒരു വിങ് ലൈനർ വരച്ചു കൊടുക്കാം, ഭയങ്കര ലൈറ്റായിട്ട്. എത്ര കുഞ്ഞായിട്ട് വരച്ചു കൊടുക്കണോ അത്രയും പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനൊരു കുഞ്ഞ് വിങ് ലൈനർ വരച്ചു കൊടുത്തിട്ടുണ്ട്. 2 കണ്ണും സെയിം ആയിട്ട് തന്നെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് വിങ് ആക്കാം. അപ്പോൾ നമുക്ക് ആ ബ്രൗൺ ഐ ഷാഡോ കൊടുത്തിട്ടില്ലേ നമ്മൾ വിങ് ലൈനറായിട്ട്, അതും കാണണം കേട്ടോ. അപ്പോൾ അതിൻ്റെ താഴെ കുഞ്ഞായിട്ട് തന്നെ വരച്ചു കൊടുക്കാം. ഓക്കെ, അതിന് ശേഷം നമുക്ക് ഫേക്ക് ലാഷസ് വെക്കാം, ഫോൾസീസ് വെക്കാം. അപ്പോൾ ഞാൻ ഐ ലാഷസ് അങ്ങനെ തന്നെ വെച്ച് നോക്കിയപ്പോൾ അത്ര രസമില്ല എന്ന് വെച്ചാൽ വെച്ചിട്ടുണ്ടെന്ന് അറിയാം നമുക്ക്. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഐ ലാഷ് എടുത്തിട്ട് അതിനെ പകുതിയാക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഔട്ടർ കോർണേഴ്സിൽ മാത്രം വെച്ചാൽ മതി. അങ്ങനെ ആകുമ്പോൾ ഫോൾസീസ് വെച്ചിട്ടുണ്ടെന്ന് അത്ര അറിയൂല, എന്നാൽ നല്ലോണം കൺപീലി ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇവർക്ക് കുറെ കൂടി ഒരു നാച്ചുറൽ ലുക്കാണല്ലോ ഉള്ളത് കൂടുതലും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ട്രൈ ചെയ്തത്. പക്ഷെ
ഫൈനലി നന്നായി വന്നിട്ടുണ്ട്. ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. ഞാൻ വിചാരിച്ചു ഇനി നമ്മൾ സാധാരണ ലുക്കിലാണെങ്കിലും ഞാൻ ഇതേപോലെ തന്നെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പകുതി മാത്രമേ വെക്കുള്ളൂ. എന്നിട്ട് ഈ ഐലാഷിൻ്റെ ബാൻഡ് ഒന്ന് കവർ ചെയ്യാൻ ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് ഐലൈനർ അതിൻ്റെ മീതെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്നർ കോർണേഴ്സിൻ്റെ അവിടെ നന്നായിട്ട് മസ്കാര ഇട്ട് കൊടുക്കുക. കാരണം നമുക്ക് ഇന്നർ കോർണേഴ്സിൻ്റെ അവിടെ കൺപീലി കുറവായിട്ടുണ്ടാവും. ഔട്ടർ കോർണേഴ്സിൻ്റെ അവിടെ മാത്രമല്ലേ ലാഷസ് വെച്ചിട്ടുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നന്നായിട്ട് മസ്കാര ഇട്ട് കൊടുക്കുക. അതേപോലെ കൺപീലിയിൽ, അതായത് താഴത്തെ കൺപീലിയിലും നന്നായിട്ട് മസ്കാര ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം അവിടെ ഗോൾഡൻ ഐഷാഡോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറാനായിട്ട് കേട്ടോ. പിന്നെ നമുക്ക് ലിപ്സ്റ്റിക് ഒരു ന്യൂഡ് ഷെയ്ഡാണ് എടുക്കുന്നത്. കൂടുതൽ ഒരു മൈ ലിപ്സ് ബട്ട് ബെറ്റർ ഷെയ്ഡാണ് കൂടുതൽ യൂസ് ചെയ്യണത്. അപ്പോൾ മിസ് ക്ലെയറിൻ്റെ ഒരു ന്യൂഡ് ഷെയ്ഡ് യൂസ് ചെയ്തതിന് ശേഷം അവർക്ക് കൂടുതൽ ഒരു ഓംബ്രെ ലിപ്സ് ഉണ്ട് കൊറിയൻസിന്. ഉള്ളിലത്തെ ഷെയ്ഡാണ് ഡാർക്കർ ആയിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉള്ളിലൊരു കുറച്ചൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ബ്ലെൻഡ് ആയി വരുമ്പോൾ നന്നായിട്ടുണ്ടാവും കേട്ടോ. അതായത് അവർക്ക് ഉള്ളിൽ ഡാർക്ക് ഷെയ്ഡും പുറത്തേക്ക് ഒരു ലൈറ്റർ ഷെയ്ഡായിട്ടാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ക്യൂപ്പിഡ്സ് ബോ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു രീതിക്കാണ് കേട്ടോ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ മുടി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സീരീസിൽ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഇങ്ങനെ കേൾ ചെയ്യുന്നതായിട്ട് കണ്ടു. എന്നുവെച്ചാൽ പക്ക കേൾഡ് അല്ല, ചെറിയ രീതിയിൽ കേൾ ചെയ്തിട്ടുള്ളതായിട്ട് കണ്ടു. അപ്പോൾ നമുക്ക് ഇന്ന് അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ലീവിങ് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്ട്രെയിറ്റ്നർ ഉപയോഗിച്ചിട്ട് തന്നെ കേൾ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് മുടി സെക്ഷൻസ് ആക്കുകയാണ്. താഴെ ഒരു സെക്ഷൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് തന്നെ കേൾ ചെയ്യാം. സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് ഉള്ളിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഇതേപോലെ കേൾ ചെയ്തെടുക്കില്ലേ, ആ ഒരു സംഗതിയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ മുടി കുറച്ച് കേൾഡ് ആണ്, പക്ഷെ എന്നാൽ മുഴുവൻ കേൾഡ് അല്ലതാണ്. ആ ഒരു രീതിയിലായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇതേപോലെ കേൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഉള്ളിലേക്ക് വെക്കുക മുടി, എന്നിട്ട് തിരിച്ചിട്ട് ഇതേപോലെ ആക്കിയെടുക്കുക കേട്ടോ. ഇത് ഭയങ്കര സിമ്പിളാണ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ കാർട്ടിലിടാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കും. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുടിക്ക് ഉള്ളു തോന്നുകയും ചെയ്യും. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഞാൻ മുക്കാൽ മുടിയും ഇതേപോലെയാണ് ചെയ്യുന്നത്. ഫ്രണ്ടിലത്തെ ഒരു സെക്ഷൻ ഓഫ് മുടി ഞാൻ ബാങ്ക്സ് വെട്ടിയിട്ടിട്ടുണ്ടല്ലോ, അത് മാത്രമാണ് കേട്ടോ നമ്മൾ സ്ട്രെയിറ്റ് ചെയ്തെടുക്കാൻ പോണത്. അപ്പോൾ ഇത് ഉള്ളിലേക്ക് വെക്കുക മുടി, എന്നിട്ട് ഇങ്ങനെ തിരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല രസമായിട്ട് തന്നെ കിടക്കും. കുറച്ച് ഉള്ളുള്ള പോലെ ഉണ്ടാവും കേട്ടോ മുടിക്ക്. ഇനി നമുക്ക് ആ ഫ്രണ്ടിലത്തെ ഒരു സെക്ഷൻ ഓഫ് മുടിയില്ലേ, വെട്ടിയിട്ടിട്ടുള്ള മുടി, അത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം. അതിനെക്കാളും മുന്നേ കുറച്ച് ലീവിങ് ക്രീം ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ കേൾ ചെയ്തതിന് ശേഷം കുറച്ച് ലീവിങ് ക്രീം ഇട്ട് കൊടുക്കുക. അപ്പം മുടി കുറച്ചും കൂടി നേരം നന്നായിട്ട് ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് നമ്മൾ ഗോവയിൽ പോയപ്പോൾ അവർ കട്ട് ചെയ്തതാണ് കേട്ടോ. ഇത്രയും മുടി ബാങ്ക്സ് കട്ട് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും മുടിയൊന്നും കട്ട് ചെയ്യണ്ട, പക്ഷെ അവരങ്ങനെ കട്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് എന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ മുടി ഉണ്ടാവും, ബാക്കിലേക്ക് നോക്കുമ്പോൾ ഉള്ളു കുറവായിട്ടുണ്ടാവും. അതാണൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ബാങ്ക്സ് കട്ട് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് മുടി മാത്രം കട്ട് ചെയ്താൽ മതി. ഒന്ന് നന്നായിട്ട് അറിയാവുന്നവരെ കട്ട് ചെയ്യുമ്പോഴാണ് ശരിയായിട്ട് വരിക. പക്ഷെ സാരില്ല, നമുക്ക് വളർത്തിയിട്ട് ശരിയാക്കി എടുക്കാം അല്ലേ. അപ്പോൾ ഞാൻ ഫ്രണ്ടിലത്തെ മുടി ഇതേപോലെ കുഞ്ഞു സെക്ഷൻ, കുഞ്ഞല്ല ഒരു മീഡിയം സെക്ഷൻസ് എടുത്തിട്ട് നമ്മൾ സ്ട്രെയിറ്റൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇത് ഫിലിപ്സിൻ്റെ സ്ട്രെയിറ്റ്നറാണ്. നല്ല സ്ട്രെയിറ്റ്നറാണ് കേട്ടോ. ഇതുവരെ സ്ട്രെയിറ്റ്നർ ഒന്നും മേടിച്ചിട്ടില്ല. ഒരു നല്ല സ്ട്രെയിറ്റ്നർ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും മേടിച്ചോളൂ. ഇതിൽ നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്, ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്, പാക്കേജിങ്ങും നല്ലതാണ്. നല്ലൊരു സ്ട്രെയിറ്റ്നറാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. അതായത് കൊറിയൻ ലുക്ക് എന്നുള്ള രീതിയിൽ എത്രയോടെ നീതി പുലർത്തിയെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നന്നായി വന്നിട്ടുണ്ട്. നമുക്കൊരു ഡ്യൂയി ആയിട്ടുള്ള നോ മേക്കപ്പ് ലുക്ക് പോലെയൊക്കെ വന്നിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ ലുക്സ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ലെൻസ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ഐ ലുക്കൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. താഴത്തെ ഒക്കെ ഹൈലൈറ്റ് ചെയ്തത് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ടെക്നിക്കാണ് കേട്ടോ അത് ശരിക്കും. പിന്നെ ഞാൻ കുറച്ച് കൊറിയൻ ലുക്സ് ഒക്കെ റെഫർ ചെയ്തപ്പോൾ കുറച്ചധികം പേർക്ക് ബാങ്ക്സ് ഉള്ളതായിട്ട് കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന അങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ച ബാങ്ക്സ് ആണ് കേട്ടോ അത് ജസ്റ്റ് ഞാൻ വെച്ച് നോക്കി. അപ്പോഴും എനിക്ക് അറിയില്ല കേട്ടോ കൊറിയൻ്റെ ആ ഒരു ചായ വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ എന്നാലും ഈ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ്. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ. ബൈ.